നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനും കൈപ്പറ്റുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന അറിയിപ്പാണ് ഇന്ന് വിശദീകരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മസ്റ്ററിംഗ് നിർബന്ധമാണോ? ആധാർ കാർഡ് മാത്രം കൊണ്ടുപോയാൽ മതിയോ? ഞാൻ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ അടുത്ത മാസം പെൻഷൻ ലഭിക്കുമോ? എല്ലാ പെൻഷൻകാർക്കും ഇത് ബാധകമാണോ? പുതിയ പെൻഷൻ ലഭിച്ചവരും ഇത് ചെയ്യണോ? ഇങ്ങനെ ഇത്തരം എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകുകയാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ വീഡിയോ ഒരു ഭാഗവും ഒഴിവാക്കാതെ അവസാനം വരെ കാണുക. പ്രത്യേകിച്ച് വീട്ടിലെ മുതിർന്നവർ, വിധവ പെൻഷൻ വാങ്ങുന്നവർ, വികലാംഗ പെൻഷൻ വാങ്ങുന്നവർ, കർഷക തൊഴിലാളി പെൻഷൻ ഗുണഭോക്താക്കൾ, വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്നവർ എന്നിവരുടെ കുടുംബാംഗങ്ങളും ഈ വിവരം ശ്രദ്ധിക്കേണ്ടതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മസ്റ്ററിംഗ് എന്നത് ആദ്യം തന്നെ പലർക്കുമുള്ളൊരു സംശയമാണ്. മസ്റ്ററിംഗ് എന്നത് ഒരു പുതിയ അപേക്ഷ നൽകുന്ന നടപടിയല്ല. പെൻഷൻ പുതുക്കി അപേക്ഷിക്കേണ്ട കാര്യവുമല്ല. ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മാറ്റുന്ന പ്രക്രിയയുമല്ല. മറിച്ച് സർക്കാർ രേഖകളിൽ പെൻഷൻ ലഭിക്കുന്ന വ്യക്തി ജീവനോടെ ഉണ്ടെന്നും ഇപ്പോഴും ആ വ്യക്തിയാണ് പെൻഷൻ വാങ്ങുന്നതെന്നും ഉറപ്പാക്കുന്ന ഒരു വാർഷിക പരിശോധനയാണ് ബയോമെട്രിക് മസ്റ്ററിംഗ്. അതായത് സർക്കാർ ഓരോ വർഷവും ഗുണഭോക്താവിന്റെ വിവരങ്ങൾ വീണ്ടും സ്ഥിരീകരിക്കുന്ന ഒരു നടപടിയാണിത്. ഇതിലൂടെ അർഹതയില്ലാത്തവരുടെ പേരിൽ പെൻഷൻ തുടരുന്നത് ഒഴിവാക്കാനും അതുപോലെ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെൻഷൻ ലഭിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി എന്തിനാണ് എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തുന്നുള്ള ചോദ്യമുണ്ട്. ചിലർ ചോദിക്കും, വർഷങ്ങളായി പെൻഷൻ കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാണ് വീണ്ടും വിരലടയാളം നൽകേണ്ടത്? ഇത് ഒരു പ്രധാന കാരണം സർക്കാർ ഡാറ്റാബേസ് കൃത്യമാക്കുക എന്നതാണ്. അതായത് കാലക്രമേണ ചില ഗുണഭോക്താക്കൾ മരണപ്പെടാം, ചിലരുടെ വിവരങ്ങൾ മാറ്റമുണ്ടാവും, ചില കേസുകളിൽ തെറ്റായ രീതിയിൽ പെൻഷൻ തുടർന്നേക്കാം. ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്തി ഒഴിവാക്കുന്നതിനും യഥാർത്ഥ അർഹരിലേക്ക് മാത്രമാണ് സർക്കാർ ധനസഹായം ലഭിക്കുന്നതെന്നും ഉറപ്പാക്കുന്നതിനാണ് വാർഷിക മസ്റ്ററിംഗ് നടത്തുന്നത്. ഇത് പുതിയ നിബന്ധനയല്ല, വർഷങ്ങളായി നടപ്പിലാക്കുന്ന ഒരു പരിശോധനാ നടപടിയാണ്. ഈ വർഷത്തെ മസ്റ്ററിംഗ് കാലാവധി, അതായത് ഈ വർഷം മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് 2026 ജൂലൈ 17 ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. ഈ കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കാതെ കഴിയുന്നത്ര നേരത്തെ തന്നെ ചെയ്യുന്നത് നല്ലതാണ്. അവസാന ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരം മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ട ഗുണഭോക്താവ് നിശ്ചിത സമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ 2026 നവംബർ മാസം മുതൽ പെൻഷൻ വിതരണം ലഭിക്കില്ല. ഇത് സ്ഥിരമായി പെൻഷൻ റദ്ദാക്കുന്നു എന്നതല്ല, പക്ഷേ ആവശ്യമായ പരിശോധന പൂർത്തിയാക്കുന്നതുവരെ പെൻഷൻ ലഭിക്കുന്നതിൽ തടസ്സം നേരിടും. അതുകൊണ്ട് പിന്നീട് നോക്കാം എന്ന രീതിയിൽ മാറ്റിവെക്കാതെ സമയപരിധിക്കുള്ളിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കുക. 2025 ഡിസംബർ 31 തീയതിയുടെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അത് ചിലർ ചോദിക്കുന്നുണ്ട്. സർക്കാർ അറിയിപ്പുകളിൽ പലരും ശ്രദ്ധിച്ച മറ്റൊരു കാര്യം 2025 ഡിസംബർ 31 എന്ന ഒരു തീയതിയാണ്. ഇതിന്റെ അർത്ഥം ഈ തീയതി വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷനോ ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡ് പെൻഷനോ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കളെയാണ് ഈ വാർഷിക മസ്റ്ററിംഗ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അടുത്തിടെ മാത്രമാണ് പെൻഷൻ അനുവദിക്കപ്പെട്ടതും ആദ്യ ഗഡുക്കൾ ലഭിച്ചു തുടങ്ങുന്നതുമായ ചില പുതിയ ഗുണഭോക്താക്കൾക്ക് നിലവിലെ നിർദ്ദേശപ്രകാരം ഈ ഘട്ടത്തിൽ മസ്റ്ററിംഗ് ബാധകമാകണമെങ്കിൽ എന്നില്ല. പക്ഷേ എങ്കിലും നിങ്ങളുടെ പഞ്ചായത്തോ നഗരസഭയോ ബന്ധപ്പെട്ട ഓഫീസറോ നൽകുന്ന പ്രത്യേക നിർദ്ദേശമുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇനി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് വരാം. എല്ലാ പെൻഷൻകാരും ഈ മസ്റ്ററിംഗ് ചെയ്യണമെന്നുള്ള കാര്യം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളിലും വിവിധ ക്ഷേമനിധി ബോർഡുകളിലും നിന്ന് പ്രതിമാസ പെൻഷൻ വാങ്ങുന്ന നിരവധി വിഭാഗക്കാർക്ക് ഈ വാർഷിക മസ്റ്ററിംഗ് ബാധകമാണ്. അതിൽ ഉൾപ്പെടുന്ന ചില വിഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, കർഷക ക്ഷേമ പെൻഷൻ, അതുപോലെ വിധവ പെൻഷൻ, ശാരീരിക അല്ലെങ്കിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ, അതുപോലെ വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ ഗുണഭോക്താക്കൾ, സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡിലെ പെൻഷൻകാർ, മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ ഗുണഭോക്താക്കൾ,
ഓരോ വിഭാഗത്തിനും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ചെറിയ വ്യത്യാസമുണ്ടാവും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമായി പറയാം. എല്ലാവർക്കും ഒരേ രീതിയിലാണോ എന്നുള്ള ചോദ്യം പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. ഇല്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് സാധാരണയായി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുന്നത്. സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡിലെ ഗുണഭോക്താക്കൾക്ക് ജീവൻ രേഖ ആപ്പ് ഉപയോഗിച്ചുള്ള നടപടിക്രമമാണ് പിന്തുടരുന്നത്. അതേസമയം മദ്രസ അധ്യാപക ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട ഓഫീസുകൾ വഴിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. അതുകൊണ്ട് ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനി മസ്റ്ററിംഗ് ചെയ്യാൻ പോകുമ്പോൾ എന്തെല്ലാം രേഖകൾ കൈവശം വെക്കണം എന്നുള്ള കാര്യം, ആധാർ മതിയോ എന്നുള്ള കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി ഒന്ന് നോക്കാം. ഇപ്പോൾ ഏറ്റവും പ്രധാന ഭാഗമാണത്. കാരണം പലരും അക്ഷയ കേന്ദ്രത്തിൽ എത്തിയ ശേഷമാണ് ചില രേഖകൾ കൈവശമില്ലെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ വീണ്ടും വീട്ടിലെത്തി മടങ്ങേണ്ടി വരും. ഇതൊഴിവാക്കാൻ മസ്റ്ററിങ്ങിന് മുൻപ് എന്തൊക്കെയാണ് തയ്യാറാക്കി വെക്കേണ്ടതെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ആധാർ കാർഡ് മാത്രം കൊണ്ടുപോയാൽ മതിയോ എന്നുള്ള സംശയം പലരും ചോദിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം. പലരും കരുതുന്നത് ആധാർ കാർഡ് മാത്രമുണ്ടെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാകുമെന്നാണ്. എന്നാൽ പല സാഹചര്യങ്ങളിലും ആധാർ കാർഡിനൊപ്പം മറ്റു വിവരങ്ങളും ആവശ്യം വരാം. അതുകൊണ്ട് അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ആധാർ കാർഡ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖ. ബയോമെട്രിക് പരിശോധന നടത്തുന്നതിൽ ആധാർ വിവരങ്ങളാണ് അടിസ്ഥാനമായി ഉപയോഗിക്കുന്നത്. ആധാറിലെ പേര്, ജനനതീയതി, മറ്റു വിവരങ്ങൾ ശരിയാണോ എന്ന് മുൻകൂട്ടി പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി രണ്ടാമത്തെ കാര്യം പെൻഷൻ നമ്പർ അല്ലെങ്കിൽ PPO. പലർക്കും PPO എന്ന് വാക്ക് കേൾക്കുമ്പോൾ സംശയമുണ്ടാവും. PPO എന്ന് പറയുന്നത് പെൻഷൻ പേയ്മെന്റ് ഓർഡർ എന്നാണ് ചുരുക്കപ്പേര്, പറയുന്നത് പേര്. ചില ഗുണഭോക്താക്കളുടെ കൈവശം പെൻഷൻ ബുക്ക് ഉണ്ടായിരിക്കും. അതിൽ പെൻഷൻ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇത് കൈവശമുണ്ടെങ്കിൽ പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കും. അതുപോലെ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ വേണം. ഇതും വളരെ പ്രധാനമാണ്. ചില സാഹചര്യത്തിൽ OTP പരിശോധന ആവശ്യമായി വരാം. അതിനാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, ആധാറുമായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പഴയ നമ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം അത് പുതുക്കുന്നത് നല്ലതാണ്. അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മസ്റ്ററിംഗ് എങ്ങനെ നടക്കുന്നതെന്ന് നോക്കാം. ആദ്യം ജീവനക്കാരൻ നിങ്ങളുടെ പെൻഷൻ വിവരങ്ങൾ പരിശോധിക്കും. തുടർന്ന് ആധാർ വിവരങ്ങൾ പരിശോധിക്കും. ശേഷം ബയോമെട്രിക് പരിശോധന നടത്തും. അതുപോലെ തന്നെ സാധാരണ വിരലടയാളം സ്കാൻ ചെയ്യുന്നതിലൂടെയാണ് ഇത് പൂർത്തിയാകുന്നത്. ചില എററുകൾ കാരണം ചില അധിക സ്ഥിരീകരണങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഐറിസ് സ്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വിജയകരമായി ചെയ്തു കഴിഞ്ഞാൽ മസ്റ്ററിംഗ് രേഖപ്പെടുത്തപ്പെടും. അതുപോലെ തിരക്ക് കുറവാണെങ്കിൽ സാധാരണ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നടപടിക്രമം പൂർത്തിയാകും. എന്നാൽ അവസാന ദിവസങ്ങൾ വരെ കൂടുതൽ ആളുകൾ എത്തുന്നതിനാൽ കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അവസാന തീയതി വരെ കാത്തിരിക്കാതെ നേരത്തെ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് വളരെയധികം അനിവാര്യമാണ്. അതുപോലെ കിടപ്പിലായവർ എന്ത് ചെയ്യുന്നുള്ള ചോദ്യമുണ്ട്. വീട്ടിൽ കിടപ്പിലായ ഒരാളെ അക്ഷയ കേന്ദ്രത്തിൽ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിരവധി കുടുംബങ്ങൾ ഉണ്ട്. വാർദ്ധക്യം, ഗുരുതര അസുഖം, ശാരീരിക ബുദ്ധിമുട്ട് തുടങ്ങിയ കാരണങ്ങളാൽ യാത്ര ചെയ്യാൻ കഴിയാത്തവർക്ക് പ്രത്യേക സൗകര്യം ലഭ്യമാണ്. അത്തരം സാഹചര്യങ്ങളിൽ അക്ഷയ പ്രതിനിധികൾ വീട്ടിലെത്തി ബയോമെട്രിക് സ്കാനിംഗ് നടത്താനുള്ള സംവിധാനം നിലവിലുണ്ട്. ഈ സേവനം ആവശ്യമെങ്കിൽ സമീപത്തെ അക്ഷയ കേന്ദ്രവുമായി മുൻകൂട്ടി അറിയിക്കുന്നത് നല്ലതാണ്. അതുപോലെ ചിലർ കരുതുന്നു വീട്ടിലെത്തി എല്ലാവർക്കും മസ്റ്ററിംഗ് ചെയ്യുമെന്നാണ്. അത് ശരിയല്ല. സാധാരണ സാഹചര്യങ്ങളിൽ ഗുണഭോക്താവ് നേരിട്ട് അക്ഷയ കേന്ദ്രത്തിൽ എത്തിയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. വീട്ടിലെത്തി സേവനം പ്രധാനമായും ശാരീരികമായി എത്താൻ സാധിക്കാത്തവർക്ക് മാത്രമാണ്. അതുപോലെ മറ്റൊരു കാര്യം അക്ഷയ സെന്ററിലെ ഫീസാണ്. അത് എത്ര രൂപയാണ് ഈടാക്കുന്നത് എന്നുള്ളതാണ്. 30 രൂപയാണ് സർവീസ് ചാർജായി ഈടാക്കുന്നത്. വീട്ടിലെത്തി നടക്കുന്ന ഡോർ സ്റ്റെപ്പ് മസ്റ്ററിംഗ് സേവനത്തിന് സാധാരണ 130 രൂപ വരെ സർവീസ് ചാർജ് ഉണ്ടായേക്കാം. സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചില വിഭാഗങ്ങൾക്ക് ഇളവുകളോ വ്യത്യസ്ത നിരക്കുകളോ ഉണ്ടായേക്കാം. അതുപോലെ പ്രായമായ പലർക്കും വിരലടയാളം വ്യക്തമായിപ്പെടാതെ വരാം. അതുകൊണ്ട് മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ പെൻഷൻ ഉടൻ നഷ്ടമാകുമെന്ന് കരുതേണ്ട ആവശ്യമില്ല. അത്തരം സാഹചര്യങ്ങളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാണ്. ഗസ്റ്റഡ് ഓഫീസർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിച്ചാൽ തുടർ നടപടികൾ സ്വീകരിക്കാനാകും. അതുകൊണ്ട് ആദ്യ ശ്രമത്തിൽ ബയോമെട്രിക് വിജയിച്ചില്ലെങ്കിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല.
അതുപോലെ തന്നെ അവസാന ദിവസങ്ങൾ തിരക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ ശ്രമിക്കുക. നമ്മൾ ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്താനും നിങ്ങൾ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.